അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് ഹമാസ് ഭീകരന്മാർ. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ചകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചുവെങ്കിലും ഹമാസിന്റെ നിലപാട് വെടിനിർത്തൽ കരാറിന് വലിയ വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ നിർദ്ദേശങ്ങളെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങളെ അംഗീകരിക്കാനാവില്ല നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഴുവൻ ബന്ദികളെയും ഒന്നിച്ച് വിട്ടയക്കാനാകില്ല. ഇസ്രായേൽ പരിപൂർണമായും ഗാസയിൽ നിന്ന് പിന്മാറിയ ശേഷം മാത്രമേ ബന്ദിമോചനം സാധ്യമാകൂ. ഇതുമാത്രവുമല്ല, ഇസ്രായേലിലെ ജയിലിൽ കഴിയുന്ന ഹമാസിന്റെ കൊടും കുറ്റവാളികളായിട്ടുള്ള, അതായത് 5 ജീവപര്യന്തം തടവിന് വരെ ശിക്ഷ വിധിച്ചിട്ടുള്ള കൊടും കുറ്റവാളികളെ വിട്ടയക്കണമെന്ന ഏറ്റവും പുതിയ ആവശ്യം കൂടി ഹമാസ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നിതാണ്. ഒരു തരത്തിലും ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു. 250 ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാനുള്ള നിർദ്ദേശമാണ് ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനമായി ഉള്ളത്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ആ 250 ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാമെന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു. കൂടാതെ 1700ഓളം വരുന്ന യുദ്ധ കുറ്റവാളികളെ 2023 ഒക്ടോബർ മാസം 7-ന് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ നിന്നും ഇസ്രായേൽ പിടികൂടിയ 1700ഓളം യുദ്ധ കുറ്റവാളികളെ കൂടി വിട്ടയക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്, ഹമാസ് ചില ലിസ്റ്റുകൾ ഇസ്രായേലിന് കൈമാറാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഹമാസ് ചില പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ കൊടും കുറ്റവാളികളെ ഇപ്പോൾ വിട്ടയക്കണം. ഇസ്രായേലിന്റെ ജയിലുകളിൽ കഴിയുന്ന ഈ കൊടും കുറ്റവാളികളെ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിനുള്ളിൽ വൻ സ്ഫോടനങ്ങൾ നടത്തുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കൊടും കുറ്റവാളികളാണ് ഇസ്രായേലിന്റെ ജയിലിലുള്ളത്. ആ ഇസ്രായേലിന്റെ ജയിലിലുള്ള കൊടും കുറ്റവാളികളെ വിട്ടയക്കണമെന്നാണ് ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെടുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു പ്രതിസന്ധിയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. ഹമാസ് ആവശ്യപ്പെടുന്ന കൊടും കുറ്റവാളികളിൽ ചിലർ ഇവരാണ്. മർവാൻ ബർഗൌട്ടി, അതായത് ഇസ്രായേലിനുള്ളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തി, ഒന്നിലധികം സ്ഫോടനങ്ങൾ നടത്തി നിരവധി ഇസ്രായേലികളുടെ ജീവനെടുത്ത കൊടും കുറ്റവാളി, 5 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ ജയിലിൽ, അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന മർവാൻ ബാർഗൌട്ടിയെ വിട്ടയക്കണമെന്നാണ് പ്രധാനമായും ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെടുന്നത്. മറ്റൊരാൾ അഹമ്മദ് സാദത്തും ഇസ്രായേലിനുള്ളിൽ സ്ഫോടനങ്ങൾ നടത്തിയതിലെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ്. പ്രധാനപ്പെട്ട ഒരു കൊടും കുറ്റവാളിയാണ് അഹമ്മദ് സാദത്ത്. മറ്റൊരാൾ ഇബ്രാഹിം ഹമദും ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ജയിലിൽ അതീവ സുരക്ഷാ സംവിധാനത്തോടെ കഴിയുന്ന ഒരു കൊടും കുറ്റവാളിയാണ് ഈ ഇബ്രാഹിം ഹമദ്. ഇത്തരത്തിൽ നിരവധി പേരുടെ ലിസ്റ്റുകളാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കൊടും കുറ്റവാളികളെയൊക്കെ തന്നെ വിട്ടയച്ചാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ വെടിനിർത്തലിന് തങ്ങൾ ഉള്ളൂ എന്നുള്ള നിലപാട് തന്നെയാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല. കാരണം നേരത്തെ 2 തവണ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ജയിലിലുള്ള കുറ്റവാളികളെ പലരെയും ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. അവരിൽ നിരവധി പേർ പിന്നീട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെടുന്നത്, ഒക്ടോബർ മാസം 7, 2023 ഇസ്രായേലിനുള്ളിൽ കയറി നടത്തിയ കൂട്ടക്കുരുതി, ആ കൂട്ടക്കുരുതിയിൽ കൂടി പ്രതികളായിട്ടുള്ള നിരവധി പേർ ഇസ്രായേൽ ജയിലിലുണ്ട്, അവരെ വിട്ടയക്കണമെന്നാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഒക്ടോബർ 7 കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഒരു കൊടും ഭീകരനെയും, ഒരു ഹമാസ് ഭീകരനെയും ഇസ്രായേൽ വിട്ടയക്കുകയോ ജീവനോടെ ഭൂമിയിൽ അവശേഷിപ്പിക്കുകയില്ല എന്ന നിലപാട് ഇസ്രായേൽ ആവർത്തിക്കുകയാണ്. ഇവിടെയാണ് ഈ വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എത്താതെ പോകുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്കായി കെയ്റോയിൽ എത്തിയിരിക്കുകയാണ് ഖലീൽ അൽ ഹയ്യ. നിലവിലെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനാണ്. ഖലീൽ അൽ ഹയ്യയ്ക്ക് പോലും ഈ വിഷയങ്ങളിൽ ഗാസയിലെ ഹമാസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഗാസയിലെ ഹമാസിന്റെ പ്രാദേശിക നേതൃത്വം പോളിറ്റ് ബ്യൂറോയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഗാസയിലെ ഹമാസിന്റെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നു. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്കായി കേരളത്തിൽ എത്തിയിട്ടുള്ള ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ആളുകൾ ഈ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേലി സേന തുടരട്ടെ, അതേസമയം വെടിനിർത്തൽ പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ വെടിനിർത്തൽ ആരംഭിക്കുമ്പോൾ കയ്യിലുള്ള ബന്ദികളെ ഹമാസ് വിട്ടു നൽകണം. ക്രമേണ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറണം എന്നുള്ളതാണ് ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ആളുകളുടെ താല്പര്യത്തോടുള്ള ഒരു വെടിനിർത്തൽ കരാർ. പക്ഷേ ഇതിന് ഗാസയിലെ ഹമാസ് നേതൃത്വം
പച്ചക്കൂടി കാണിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. 250 ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാനുള്ള നിർദ്ദേശമാണ് ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനമായി ഉള്ളത്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ആ 250 ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാമെന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു. കൂടാതെ 1700ഓളം വരുന്ന യുദ്ധ കുറ്റവാളികളെ 2023 ഒക്ടോബർ മാസം 7 യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ നിന്നും ഇസ്രായേൽ പിടികൂടിയ 1700ഓളം യുദ്ധ കുറ്റവാളികളെ കൂടി വിട്ടയക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഹമാസ് ചില ലിസ്റ്റുകൾ ഇസ്രായേലിന് കൈമാറാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഹമാസ് ചില പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ദോഹയിലെ മൊസാദിന്റെ ആക്രമണത്തിന് ശേഷം ആദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഖലീൽ അൽ ഹയ്യ പൊതു ഇടത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഒരു അറേബ്യൻ ന്യൂസ് ചാനൽ നൽകിയ ഒരു അഭിമുഖം കൂടി പുറത്തു വന്നിരിക്കുന്നു. തൻ്റെ 3 മക്കളെ യുദ്ധത്തിനിടയിൽ തനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഖലീൽ അൽ ഹയ്യ പറയുന്നത്. അതേസമയം പാലസ്തീനികളുടെ ക്ഷേമത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണിത് എന്നുകൂടി ഖലീൽ അൽ ഹയ്യ പറയുന്നുണ്ട്. എന്തായാലും തലനാരിഴയ്ക്കാണ് ദോഹയിലെ ആക്രമണത്തിൽ നിന്നും ഖലീൽ അൽ ഹയ്യ അന്ന് രക്ഷപ്പെട്ടത്. ഖലീൽ അൽ ഹയ്യയും ഖാലിദ് മിഷേലിനെയും ലക്ഷ്യമിട്ടായിരുന്നു ദോഹയിൽ മൊസാദ് ആക്രമണം നടത്തിയത്. പക്ഷേ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ഖലീൽ അൽ ഹയ്യയും ഖാലിദ് മിഷേലും രക്ഷപ്പെട്ടു. ഖലീൽ അൽ ഹയ്യയുടെ ഇളയ മകനടക്കമുള്ള നിരവധി ഹമാസ് ഭീകരന്മാർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ വലിയ ഭയമാണ് ഈ ഹമാസ് നേതൃത്വത്തിനെ ഗ്രസിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും മൊസാദിന്റെ ആക്രമണം ഉണ്ടാകാം. മൊസാദിന്റെ റഡാർ കണ്ണിൽ തന്നെയാണ്, അല്ലെങ്കിൽ റഡാർ നിരീക്ഷണത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഖലീൽ അൽ ഹയ്യയും ഖാലിദ് മിഷേലും ഒക്കെ ഉള്ളത് എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാർ സാധ്യമാക്കുകയും ബന്ദിമോചനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ഒരു നിർദ്ദേശം ഇപ്പോഴത്തെ ഹമാസിന്റെ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ കീഴ്ത്തട്ടിലുള്ള ഗാസയിലെ പ്രാദേശിക ഹമാസിന്റെ ഭീകരന്മാർ അത് അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഹമാസിന്റെ ഭീകരന്മാരിൽ അധികവും ഇപ്പോൾ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള മറ്റു ചില ഭീകര സംഘടനകളിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഗാസയിൽ ഹമാസിന്റെ പക്കൽ ആയുധങ്ങളില്ല, ശമ്പളം കൊടുക്കാൻ പണമില്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹമാസിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരന്മാരിൽ ഏറിയ പങ്കും ഇപ്പോൾ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിലോ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റ് ചില തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകളിലോ മാറി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവരുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസിനല്ല. ഹമാസിൻ്റെ നേതൃത്വം പോളിറ്റ് ബ്യൂറോ പറഞ്ഞാൽ പൂർണ്ണമായി ഇവർ അത് ചെവിക്കൊള്ളണമെന്നുമില്ല. ഇതാണ് ഹമാസിനെ കുഴക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം.